ജയിലിൽ പോയ സിദ്ധു പുറത്തു വരുന്നില്ലെന്ന് വിചാരിക്കാം. അതിനുള്ളിൽ വെച്ച് മരിച്ചു പോകും. എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ഈ പറഞ്ഞൊക്കെ നടക്കില്ലേ? നടക്കും. അപ്പോ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? എന്തായാലും ഇവിടെ വരെ ഇനി ഒരാളെ കൂടെ അങ്ങ് തീർക്കാം. ഞാൻ ചെയ്തോളല്ല. എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തെന്നാണ്. എനിക്ക് വിഷ്ണുവിന്റെ സഹായം മാത്രം ഒന്ന് വാങ്ങിച്ചെന്നാണ്. വിഷ്ണുവിനെ എത്തിപ്പെടുത്താനോ? ആരും പേടാനൊന്നും പോകുന്നില്ല. ഈര് ചെവി അറിയില്ല. അറിയാതെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. പക്ഷേ അകത്ത് കിടക്കുന്ന സിദ്ധുവിനെ പുറത്ത് നീക്കുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിഷ്ണുവിനെ ഞാനൊന്ന് ഉപയോഗിക്കും. അവനോട് സംസാരിച്ച് അവന്റെ സമ്മതം വാങ്ങിത്തരുന്ന ജോലി മാത്രം ചന്ദ്രേഖ. കുഴപ്പമൊന്നും ആവില്ലല്ലോ അല്ലേ? സ്വന്തം അമ്മയെ ഞാൻ കൊല്ലാൻ നോക്കിട്ടെ അകത്ത് പോയതേ സിദ്ധുവാ. ഞാൻ വളരെ ശ്രദ്ധിച്ച് എന്തും ചെയ്യും. എന്നെ വിശ്വസിക്കാം. ശരി, ഞാൻ വിഷ്ണുവായിട്ടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ച പോരാ, സമ്മതിപ്പിക്കും. ഞാനത് പ്രതീക്ഷിക്കും. മനോര, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. മനസ്സിലായി. പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? എന്റെ ശരീരത്തിനൊരു വല്ലായ്മ. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. എന്തു പറ്റിയമ്മേ? ഭക്ഷണം കഴിച്ചാൽ പിടിച്ചില്ലേ? ആർക്കറിയാം, വല്ല കഷായം വാങ്ങിച്ചു കുടിച്ചാൽ മാറുമായിരിക്കും. എങ്ങോട്ടാ പ്രിയ രണ്ടാളും കൂടി? അതൊക്കെ പോയിട്ട് വന്നിട്ട് പറയാൻ ചേച്ചി. ഇപ്പൊ പറഞ്ഞാലെന്താ? അതിന്റെ ഒരു ത്രില്ലങ്ങ് പോവും. കുഴപ്പമൊന്നും ഒപ്പിക്കാനല്ലല്ലോ പോകുന്നത്. ഞാനങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നിന്നെയല്ല എനിക്ക് പേടി. ദാ ഈ നിൽക്കുന്ന മുത്തശ്ശിയെ. നമ്മുടെ കൂടെ അല്ല ആളിപ്പോ, അതാ പേടി. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ അമ്മായിയമ്മയെ കാണാതായിട്ട് ദിവസം എത്ര ഐഡി? എവിടെയെങ്കിലും അന്വേഷിച്ചോ? അങ്ങനെയുള്ള വിചാരമല്ലേ ഉണ്ടോ നിനക്ക്? ആര് പറഞ്ഞു മുത്തശ്ശി ഇല്ലാന്ന്? എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ തിരയുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒരാളെ കാണാതായ എങ്ങനെയൊക്കെ അന്വേഷിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ? എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നീ അവളെ കുറിച്ച് ഒന്നും അന്വേഷിക്കണ്ട. അവള് വരും. ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. രാവിലത്തെ ഗുളിക കഴിച്ചില്ലെന്ന് തോന്നുന്നു. ദിഡി, ഞാനെല്ലാം കഴിക്കുന്നുണ്ട്. ഈ വിലാസിന് വെറും വാക്ക് പറയാറില്ല. ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. നീ വാ പ്രിയ, നീ ഇവിടെ നിന്നാ ശരിയാവില്ല. അവളുടെ ഓരോരോ ചോദ്യങ്ങള്. ഡോക്ടറെ, എനിക്കൊന്ന് അമ്മയെ കാണണമെന്നുണ്ട്. ഈ ഒരു അവസ്ഥയില് അത് ബുദ്ധിമുട്ടാവും. ഞാനവരുടെ മകനാ ഡോക്ടറെ. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കൂ പ്ലീസ്. പുറത്തുനിന്ന് ആരെങ്കിലും കയറി കണ്ടാ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാ എൻട്രി അനുവദിക്കാത്തത്. അല്ല, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അതേ കണ്ടീഷനിൽ തന്നെയാ. നല്ല പുരോഗതിയും കാണുന്നുണ്ട്. മരിക്കുമെന്ന് നമ്മളെല്ലാരും വിചാരിച്ചിരുന്ന ആള് മരിച്ചില്ല. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ? അതെ. എന്നാലും പാവം എൻ്റെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നറിയാതെ ഒരേ കിടപ്പ് കിടക്കുക. അത് ഓർക്കുമ്പോ ഒരു സങ്കടം. പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും.